നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വാർത്തകളിൽ അധികം കാണാത്ത എന്നാൽ നിങ്ങളുടെ പോക്കറ്റിനെയും നിങ്ങളുടെ ഭാവി ഇൻവെസ്റ്റ്മെന്റുകളെയും നേരിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പശ്ചിമേഷ്യൻ യുദ്ധം, പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർധന, ഇതൊക്കെയാണല്ലോ നമ്മുടെ മീഡിയകളുടെ പ്രധാന ഡിസ്കഷൻ ടോപ്പിക്കുകൾ. തീർച്ചയായും അതൊക്കെ ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്റർനാഷണൽ എക്കണോമിക് എക്സ്പേർട്ടുകൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അങ്ങോട്ടല്ല. അവർ വളരെ കെയർഫുൾ ആയി നോക്കുന്നത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു രാജ്യത്തേക്കാണ്, നമ്മുടെ ജപ്പാൻ. ജപ്പാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് റോബോട്ടുകളും ബുള്ളറ്റ് ട്രെയിനുകളും വളരെ ഡിസിപ്ലിൻഡായ മനുഷ്യരെയുമാണ്. എന്നാൽ ആ മിന്നുന്ന കാഴ്ചകൾക്ക് പിന്നിൽ ലോകം ഇതുവരെ കാണാത്ത ചില എക്കണോമിക് മാറ്റങ്ങൾ രൂപപ്പെടുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് ശേഷം ജപ്പാൻ എടുത്തൊരു തീരുമാനം ലോകത്തിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും ഒന്ന് ചിന്തിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു വീട് വെക്കാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം ടോക്കിയോയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. വെൽക്കം ടു ദി 9 ഡീകോഡ്സ്. നമുക്കാദ്യം ജപ്പാനിലെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നോക്കാം. ടെക്നോളജിയിൽ ജപ്പാൻ ഒരുപാട് മുന്നിലാണ്, അത് നമുക്കറിയാം അല്ലെ? പക്ഷെ ജപ്പാനിലെ ജനസംഖ്യ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ നോക്കിയാൽ 2010 12.8 കോടി ഉണ്ടായിരുന്ന ജനസംഖ്യ 2026 ആയപ്പോഴേക്കും ഏകദേശം 12.26 കോടിയായി കുറഞ്ഞു. എന്ന് വെച്ചാൽ ഓരോ വർഷവും 5 ലക്ഷത്തോളം ആളുകൾ അവിടെ കുറയുന്നു. ഒരു വലിയ സിറ്റി തന്നെ ഓരോ വർഷവും അപ്രത്യക്ഷമാകുന്നതിന് തുല്യമാണിത്. പോരാത്തതിന് അവിടെയുള്ളവരിൽ ഭൂരിഭാഗവും പ്രായമായവരാണ്. ഇതെങ്ങനെയാണ് എക്കണോമിയെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജോലി ചെയ്യാൻ പുതിയ ആളുകൾ ഇല്ലാതാകുന്നു, ടാക്സ് അടയ്ക്കാൻ ആളുകൾ കുറയുന്നു. എന്നാൽ പ്രായമായവർക്ക് പെൻഷനും ഹെൽത്ത് കെയർ സൗകര്യങ്ങളും നൽകാൻ സർക്കാരിന് വലിയ തുക ചെലവാകുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കാൻ ബാങ്ക് ഓഫ് ജപ്പാൻ വർഷങ്ങൾക്ക് മുൻപ് എടുത്ത തീരുമാനമായിരുന്നു സീറോ ഇൻട്രസ്റ്റ് റേറ്റ്. എന്താണ് സീറോ ഇൻട്രസ്റ്റ് റേറ്റ്? ചുരുക്കി പറഞ്ഞാൽ, ബാങ്കിൽ നിന്ന് പണം കടമെടുത്താൽ പലിശ നൽകേണ്ടതില്ല. പണം വെറുതെ കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പലിശ മതി. ഇത് എന്തിനാണ് ചെയ്തത് എന്ന് വെച്ചാൽ, ആളുകൾ പണം വായ്പയെടുത്ത് ബിസിനസ് തുടങ്ങാനും സാധനങ്ങൾ വാങ്ങാനും പ്രേരിപ്പിക്കാനാണ്. അങ്ങനെ പണം വിപണിയിൽ കറങ്ങുമ്പോൾ എക്കണോമി സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമെന്ന് അവർ കരുതി. ബാങ്ക് ഓഫ് ജപ്പാൻ സ്വന്തം സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയറുകൾ വരെ വാങ്ങിക്കൂട്ടി. ഒരു തരത്തിൽ പറഞ്ഞാൽ മാർക്കറ്റിനെ കൃത്രിമമായി പിടിച്ചു നിർത്തുകയായിരുന്നു അവർ. പക്ഷെ ഇവിടെയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് രംഗത്തിറങ്ങിയത്. അവർ ജപ്പാനിൽ നിന്ന് വൻതോതിൽ പണം കടമെടുത്തു. എന്നിട്ട് ആ പണം ഡോളറാക്കി മാറ്റി അമേരിക്കയിലെ ഷെയർ മാർക്കറ്റിലും കടപ്പത്രങ്ങളിലും നിക്ഷേപിച്ചു. പലിശ കൊടുക്കണ്ട, പക്ഷെ ലാഭം കിട്ടുകയും ചെയ്യും. വർഷങ്ങളോളം ഈ മാന്ത്രിക വിദ്യ സുഗമമായി നടന്നു. ലോകത്തെ വലിയ കമ്പനികളായ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല എന്നിവയുടെയൊക്കെ ഓഹരി വിലകൾ ഇത്രയധികം ഉയരാൻ ഒരു കാരണം ഈ ജപ്പാൻ പണം കൂടിയാണ്. കഴിഞ്ഞ 17 വർഷമായി ഈ ഒരു രീതിയാണ് ഗ്ലോബൽ മാർക്കറ്റിനെ ചലിപ്പിച്ചിരുന്ന ഒരു പ്രധാന ഘടകം. എന്നാൽ 2026 ആഗോളതലത്തിൽ എണ്ണവില 50% വർദ്ധിച്ചു. അതോടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വിലക്കയറ്റമുണ്ടായി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ അമേരിക്കയും യൂറോപ്പും ഒക്കെ പലിശ നിരക്ക് കൂട്ടി. പക്ഷെ ജപ്പാൻ മാത്രം ഒരു കെണിയിൽപ്പെട്ടു. പലിശ കൂട്ടിയാൽ അവരുടെ സർക്കാരിന്റെ കടം വീട്ടാൻ പറ്റില്ല. പലിശ കൂട്ടിയില്ലെങ്കിൽ അവരുടെ കറൻസിയായ യെൻ തകരും. $1 110 യെൻ കിട്ടിയിരുന്ന സ്ഥാനത്ത് അത് 160 ആയി. ജപ്പാനിലെ സാധാരണക്കാരുടെ സമ്പാദ്യത്തിന് മൂല്യമില്ലാതായി. വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവർക്ക് വലിയ വില നൽകേണ്ടി വരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബാങ്ക് ഓഫ് ജപ്പാൻ ആ കടുത്ത തീരുമാനമെടുത്തു. അവർ പലിശ നിരക്ക് 0.75% ആയി ഉയർത്തി. ഇത് വളരെ കുറഞ്ഞ ഒരു പെർസെന്റേജ് അല്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ 17 വർഷം 0% പലിശയിൽ ജീവിച്ച ഒരു സിസ്റ്റത്തിന് ഇതൊരു വൻ പ്രശ്നം തന്നെയാണ്. പലിശ കൂടുമ്പോൾ ജപ്പാനിൽ നിന്ന് പണം കടമെടുത്ത് ലോകം മുഴുവൻ നിക്ഷേപിച്ചവർ പെട്ടുപോയി. അവർക്കിപ്പോ പലിശ നൽകണം. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? അവർ അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ നിക്ഷേപിച്ച പണം തിരികെ പിടിക്കാൻ തുടങ്ങും. ഇവിടെയാണ് നമ്മളെ ബാധിക്കുന്ന കാര്യം വരുന്നത്. ജപ്പാൻ പലിശ നിരക്ക് കൂട്ടുമ്പോൾ നേരത്തെ ജപ്പാനിൽ നിന്ന് പണം കടമെടുത്ത ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് ഇനി ആ പണം തിരിച്ചു കൊടുക്കണം. കാരണം ജപ്പാനിൽ ഇപ്പോൾ പലിശ കൊടുക്കേണ്ടി വരുന്നു. കൂടാതെ ജപ്പാനിലെ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ നല്ല റിട്ടേൺ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ജപ്പാൻ ലോകത്തിലെ ഏറ്റവും വലിയ കടം കൊടുക്കുന്ന രാജ്യമാണ്. അമേരിക്കയുടെ കടപ്പത്രങ്ങളിൽ മാത്രം ജപ്പാൻ $1.22 ട്രില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു തുക ജപ്പാൻ പിൻവലിക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലൊടിയും.
അമേരിക്കയിൽ പലിശ നിരക്കുകൾ ഇനിയും കൂടും. അമേരിക്കയിൽ പലിശ കൂടുമ്പോൾ അത് ലോകം മുഴുവൻ ബാധിക്കും. നമ്മുടെ രാജ്യത്തെ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കും. IT കമ്പനികളുടെ ലാഭം കുറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ ജപ്പാന് മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, പലിശ നിരക്ക് കുറച്ച് തന്നെ നിലനിർത്തുക, അപ്പോൾ അവരുടെ രാജ്യം തകരും. 2, പലിശ നിരക്ക് കൂട്ടുക, അപ്പോൾ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങും. ഇതിൽ ഏത് തെരഞ്ഞെടുത്താലും സാധാരണക്കാരായ നമുക്ക് അത് വെല്ലുവിളിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകം മുമ്പത്തെ പോലെയല്ല, എല്ലാം പരസ്പര ബന്ധിതമാണ്. നമ്മൾ എപ്പോഴും വാർത്തകളിൽ കാണുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ കൂടി മനസ്സിലാക്കണം. ജപ്പാന്റെ ഈ സാമ്പത്തിക മാറ്റം വരും വർഷങ്ങളിൽ ലോകത്തിന്റെ എക്കണോമിക്കൽ മാപ്പ് തന്നെ മാറ്റിമറിച്ചേക്കാം. ഡോളറിന്റെ ആധിപത്യം കുറയുന്നതിനും യെൻ തിരിച്ചു വരുന്നതിനും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു തകർച്ചയ്ക്കും ഇത് കാരണമാകാം. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നാം, പക്ഷെ അറിഞ്ഞിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സുരക്ഷ. ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ നിക്ഷേപങ്ങളിലും തീരുമാനങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കാൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജപ്പാന്റെ ഈ വീഴ്ച ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നയൽ ഡീകോഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്